ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ബ്ലൂബെറി ക്രീം ചീസ് കേക്കായിട്ടാണ്. അപ്പോൾ നമുക്ക് പോകാം റെസിപ്പിയിലേക്ക്. അപ്പോൾ ഇവിടെ വേണ്ടത് 2 പാക്കറ്റ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഒരു 2 പാക്കറ്റിൽ ഒരു 20 ബിസ്ക്കറ്റ് ഉണ്ടാവും. പിന്നെ ഒരു മിക്സർ ഗ്രൈൻഡറിൽ എടുത്തിട്ട് അത് നന്നായിട്ട് ക്രഷ് ചെയ്യാം. ക്രഷ് ചെയ്ത് കഴിഞ്ഞ് ഒരു ബൗളിലെടുത്തിട്ട് ആ മിക്സ്ചർ ആ ബൗളിലേക്ക് ഇടാം. ഒരു 150 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്യാൻ വയ്ക്കുക. അത് ഞാനിപ്പോൾ മെൽറ്റ് ചെയ്തത് മൈക്രോവേവിലാണ്. നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് അത് മെൽറ്റ് ചെയ്യാം. ഒരു 150 ഗ്രാം മെൽറ്റഡ് ബട്ടർ. ഈ മെൽറ്റഡ് ബട്ടർ ഈ ബ്രെഡ് ക്രംസിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് അത് എല്ലായിടത്തും മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. ബട്ടർ ഒഴിച്ചിന് ഇനി നന്നായിട്ടത് മിക്സ് ചെയ്യാം. മിക്സ്. ഇനി ഒരു ക്രീം ഞാനിതൊരു 6 ഇഞ്ച് കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ചീസ് കേക്കിൻ്റെ ടിൻ കിട്ടില്ലേ, അത് ഉപയോഗിക്കുക. ഇവിടെ ഞാൻ ഇത് ഉപയോഗിച്ചേക്കുന്നത് ഒരു റിങ്ങാണ്, 6 ഇഞ്ചിൻ്റെ റിങ്ങാണ്. ബിസ്ക്കറ്റ് അതിലേക്ക് നന്നായിട്ട് എല്ലാ മുക്കിലും കോർണറിലും ആവത്തക്ക രീതിയിൽ അത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അമർത്തി കൊടുത്താൽ അത് ഫ്രിഡ്ജിൽ ഒരു 20 to 25 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി ഈ ക്രീം ചീസാണ് എടുത്തേക്കണേ. ഒരു 200 ഗ്രാംസ് to 20 ഗ്രാംസ് ക്രീം ചീസ് എടുത്തു. ഡെലക്റ്റയുടെ ക്രീം ചീസാണ് എടുത്തേക്കണേ, ഡെലക്റ്റ. അത് ഞാൻ വെയ് ചെയ്തു. 220 ഗ്രാംസ്, അപ്രോക്സിമേറ്റ്ലി 220 ഗ്രാംസ് ഉണ്ടാവും. അത് നന്നായിട്ട് ഇത് ക്രീം ചീസ് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഒരു 222 ഗ്രാംസ്, ഓക്കെ, 222 ഗ്രാംസ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു ബീറ്റർ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നല്ല സ്മൂത്ത് ആവണേ, ക്രീമി രൂപത്തിലാവണം. ഇനി ഇതിലേക്ക് നല്ല സ്മൂത്തായി ബീറ്റ് ചെയ്യണം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പൗഡർ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പൗഡർ ഷുഗറാണ് ആഡ് ചെയ്തത്. ബിക്കോസ് ക്രീം ചീസിന് ഒരു ടാങ്കി ഫ്ലേവർ അല്ലേ, അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലായിരുന്നു, സോ ഞാൻ പൗഡർ ഷുഗർ ആഡ് ചെയ്തു. നോ പ്രോബ്ലം, ടേസ്റ്റ് നല്ല തന്നെയാണ്. ഇനി എല്ലാതും സൈഡിൽ നിന്ന് മിക്സ് ചെയ്ത് അത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി നെക്സ്റ്റ് ഒരു പാത്രത്തിൽ കുറച്ച് ലൂക്ക് വാം വാട്ടർ എടുത്തിട്ട് അതിലേക്ക് ജെലാറ്റിൻ ആഡ് ചെയ്യാം. ജെലാറ്റിൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ ക്രംസും പോകണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സൈഡിൽ വയ്ക്കുക. ഇനി ഞാൻ ഒരു ബൗളിൽ ഒരു 150 ഗ്രാംസ് ക്രീം എടുത്തു, ഹെവി ക്രീം എടുത്തു. ഹെവി ക്രീം ഞാൻ ട്രോപ്പിലൈറ്റിൻ്റെ ഹെവി ക്രീമാണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് നന്നായിട്ട് അത് ഒരു ഫ്ലഫി രൂപത്തിലാവുമ്പോൾ ഫ്ലഫി ആവണം. നമുക്ക് കേക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്യില്ലേ, അതേമാതിരി നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഈ മിക്സ്ചർ ക്രീം ചീസിലേക്ക് മിക്സ് ചെയ്യണം. രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പം ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായെന്ന് കമൻറ്റ് ബോക്സിലിട്ട്
എഴുതണേ. നിങ്ങളുടെ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നമുക്ക് ഫ്രഷ് ക്രീമും എടുക്കാട്ടെ. ഇത് ഞാൻ നമ്മൾ അമൂലിൻ്റെ ഫ്രഷ് ക്രീമില്ലേ, അതും ഉപയോഗിക്കാം, നോ പ്രോബ്ലം. എന്നിട്ടെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ മിക്സിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബ്ലൂബെറി ക്രഷ് വാങ്ങിക്കാൻ കിട്ടില്ലേ, ആ ക്രഷ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു നല്ല കളറും കിട്ടും, ഫ്ലേവറും നല്ലതായിരിക്കും. സ്പൂണില്ലായിരുന്നു, അതുകൊണ്ട് ഞാനിങ്ങനെ തട്ടി കൊടുക്കാണ്ട് 2 ടേബിൾ സ്പൂൺ മതി. എന്നിട്ട് അതും നന്നായിട്ട് എല്ലായിടത്തും യോജിപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കണ ജലാറ്റിൻ്റെ ആ മിക്സില്ലേ, ജലാറ്റിന് പകരം നമുക്ക് അഗർ പൊടിയും ഉപയോഗിക്കാം. അഗർ മാർക്കറ്റിൽ കിട്ടും, ഇതും ജലാറ്റിന് മാർക്കറ്റിൽ കിട്ടും. ഇത് ആ മിക്സ് നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഞാൻ കുറച്ച് ബീറ്ററും വെച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചു. ബീറ്ററിൻ്റെ ആവശ്യമില്ല, കൈ കൊണ്ട് തന്നെ പാറ്റിൽ വെച്ചിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചാൽ മതി. ഞാൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് ബീറ്റർ ഉപയോഗിച്ചെന്ന് മാത്രം. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ആ ബിസ്ക്കറ്റിൻ്റെ ആ കേക്ക് ടിന്നെടുത്ത് ആ ചീസ് ക്രീം മിക്സ്ചറും ഫ്രഷ് ക്രീം മിക്സ്ചറും ബിസ്ക്കറ്റിൻ്റെ മേലേക്ക് വയ്ക്കുക. ഇനി ഇത് ഒരു 8 to 9 hours ഫ്രിഡ്ജിൽ വെച്ച് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് കാണാം. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് അതിന് മുന്നേ ഞാനത് ഒരു ഇതിനെന്തിട്ട് പറയുക, ക്ലിങ് റാപ്പ് വെച്ചിട്ട് മൂടി വെച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. അത് ഞാൻ ഊരിത്തുനിന്ന് തൊട്ട് നോക്കി അത് സെറ്റായിട്ടുണ്ടോയെന്ന്. സെറ്റായി. ഇനി ഇതിലേക്ക് ആ ബ്ലൂബെറി ക്രഷ് എല്ലായിടത്തും നമുക്ക് തേച്ച് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് അത് ഇൻഗ്രീഡിയൻസ് കാണാം. നന്നായിട്ട് എല്ലാ കോർണറിലും തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇപ്പം ഇതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ചീസ് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ബട്ട് ഇറ്റ് വാസ് ടേസ്റ്റി, യമ്മി. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക. ഇനി നെക്സ്റ്റ് ഏത് കേക്കാണ് വേണ്ടതെന്ന് നിങ്ങളെല്ലാം പറഞ്ഞാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. Okay? This is the final. Thank you. Bye. Love you all.